പ്രിയപ്പെട്ടവരെ, ഏവർക്കും സമ്പൽ സമൃദ്ധവും ഐശ്വര്യപൂർണവും സമാധാനപൂർണവുമായിട്ടുള്ള ഒരു വിഷുക്കാലം ആശംസിക്കുകയാണ്. വിഷു ഐശ്വര്യത്തിൻ്റെയും പ്രതീക്ഷയുടെയും ഉത്സവമാണ്. നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഓണത്തിനോളം തന്നെ പ്രാധാന്യമുള്ള ഒരു ആഘോഷമാണ് വിഷു. വിഷുദിനത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. വിഷുവിന് രാവും പകലും തുല്യമായിരിക്കും. ഈ ഒരു അർത്ഥത്തിലാണ് വിഷു എന്ന നാമം തന്നെ വന്നിട്ടുള്ളത്. ഇക്കൊല്ലത്തെ വിഷു വരുന്നത് ഏപ്രിൽ 14 തീയതിയാണ്. അതായത് കൊല്ലവർഷം 1200 ആണ്ട് മീനമാസം 30 തീയതി ഞായറാഴ്ച രാത്രി 3:21 അതായത് ഉദയാൽപരം 52 നാഴിക 40 വിനാഴികയിൽ ചോതി നക്ഷത്രം 1-ാം പാദത്തിങ്കലാണ് മേടരവി സംക്രമം വരുന്നത്. അതായത് ഏപ്രിൽ 14 തീയതി പുലർന്നു വരുമ്പോൾ തിങ്കളാഴ്ച ദിനത്തിലാണ് പുണ്യകരമായിട്ടുള്ള വിഷു വരുന്നത്. ഒരു പുതുവർഷത്തിൻ്റെ ആരംഭം കൂടിയാണ് വിഷുദിനത്തിലൂടെ തുടക്കമിടുന്നത്. ദേവന്മാരുടെ പ്രഭാതം ആരംഭിക്കുന്നത് വിഷുദിനത്തിലാണെന്ന് ഒരു പ്രമാണം കൂടിയുണ്ട്. അടുത്ത വിഷുക്കാലം വരെയുള്ള ഐശ്വര്യത്തിൻ്റെയും പ്രതീക്ഷയുടെയും തുടക്കമാണ് വിഷുദിനത്തിലൂടെ നടക്കുന്നത്. വിഷുക്കണിയും വിഷു കൈനീട്ടവുമെല്ലാം അത്ര തന്നെ പ്രാധാന്യമർഹിക്കുന്ന കാര്യങ്ങളുമാണ്. അപ്പോൾ വിഷുദിനത്തിൽ വിഷു കണി വയ്ക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാം. ചിലർ തലേ ദിവസം തന്നെ കണിവെച്ച് കിടാവിളക്ക് തെളിയിച്ചു വെച്ച് രാവിലെ വിഷുക്കണി കാണുന്ന ഒരു രീതിയുണ്ട്. ചിലയിടങ്ങളിൽ കണി ഒരുക്കി വെച്ചിട്ട് രാവിലെ വിളക്ക് തെളിയിച്ച് കണി കാണുന്ന രീതിയുമുണ്ട്. അത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സർവ്വ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്ന മേടസംക്രമ വിളക്ക് കൊളുത്തുന്നതിനെ കുറിച്ചാണ്. പഴയ കാലത്തെ അമ്മൂമ്മമാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അവരൊക്കെ പണ്ട് ചിലപ്പോൾ ഈ രീതി ചെയ്തിട്ടുള്ളവരായിരിക്കും. പണ്ടത്തെ നായർ ബ്രാഹ്മൺ തറവാടുകളിലൊക്കെ തന്നെ വിഷു സംക്രമ വിളക്ക് തെളിയിക്കുന്ന രീതി പിന്തുടർന്നിരുന്നു. വിഷു സംക്രമ സമയത്ത് ഈ വിളക്ക് തെളിയിക്കുന്നത് സർവ്വ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ആരോഗ്യവും പ്രദാനം ചെയ്യുമെന്നാണ് വിശ്വാസം. അപ്പോൾ സംക്രമ വിളക്ക് എങ്ങനെയാണ് തെളിയിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ മേടസംക്രമം വരുന്നത് തിങ്കളാഴ്ച രാവിലെ പുലർച്ചെ 3:21 ആ സമയം തൊട്ട് 3:43 വരെയുള്ള സമയത്തിനുള്ളിൽ നമുക്ക് സംക്രമ വിളക്ക് തെളിയിക്കാവുന്നതാണ്. അപ്പോൾ ചില ആൾക്കാരൊക്കെ തലേ ദിവസം തന്നെ കെടാവിളക്ക് തെളിയിച്ചു വെച്ച് രാവിലെ ഉണർന്നു വന്നുടനെ കണി കാണുന്ന രീതിയിലായിരിക്കും വച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് കണി കണ്ട ശേഷം കുളിച്ച് ശുദ്ധിയായി വന്ന് സംക്രമ വിളക്ക് തെളിയിക്കാവുന്നതാണ്. കുളിക്കാതെ സംക്രമ വിളക്ക് തെളിയിക്കാൻ സാധിക്കുന്നതല്ല. ഇപ്പോൾ കെടാവിളക്ക് തെളിയിച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ കുളിക്കാതെ തന്നെ വന്ന് നമുക്ക് കണി കാണാവുന്നതാണ്. അപ്പോൾ വീട്ടിലെ മുതിർന്ന വ്യക്തികളായിരിക്കുമല്ലോ സാധാരണ മറ്റുള്ളവരെല്ലാം കണി കാണിക്കുന്നത്. അപ്പോൾ ആ വ്യക്തിക്കും എണീറ്റ് വന്ന ഉടനെ തന്നെ കണി ദർശിക്കാനുള്ള ഒരു അവസരം കെടാവിളക്ക് കത്തിക്കുന്നതിലൂടെ ലഭ്യമാകുന്നതാണ്. അപ്പോൾ കണി കണ്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ പോയി കുളി കഴിഞ്ഞു വന്ന് സംക്രമ വിളക്ക് തെളിയിക്കാവുന്നതാണ്. അതിനായിട്ട് നമ്മൾ മറ്റൊരു വിളക്ക് എടുക്കേണ്ടതാണ്. ഈ കണി വെച്ചിരിക്കുന്ന വിളക്കിന് തൊട്ടടുത്തായിട്ട് മറ്റൊരു വിളക്ക് നമുക്ക് ഒരുക്കി വയ്ക്കാവുന്നതാണ്. അപ്പോൾ ആ വിളക്കിൽ നമുക്ക് സംക്രമ വിളക്ക് തെളിയിക്കാവുന്നതാണ്. അപ്പോൾ സംക്രമ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉത്തമമായിട്ടുള്ള കണി കാണാനുള്ള സമയം എന്ന് പറയുന്നത് ബ്രാഹ്മമുഹൂർത്തത്തിലാണല്ലോ. അപ്പോൾ ആ ബ്രാഹ്മമുഹൂർത്ത സമയത്ത് എണീറ്റ് വിളക്ക് തെളിയിക്കാമെന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ അവർക്ക് സംക്രമ വിളക്ക് തെളിയിക്കാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ വർഷത്തിൽ ഈ സംക്രമ വിളക്കിൻ്റെ ഐശ്വര്യം ലഭ്യമാകണമെങ്കിൽ 3:21 സംക്രമ സമയത്ത് തന്നെ കണി ദർശിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു അവസരം സിദ്ധിക്കണമെങ്കിൽ പുലർച്ചെ 3:21 മുതൽ 3:43 സമയത്ത് തന്നെ സംക്രമ വിളക്ക് തെളിയിക്കേണ്ടതുണ്ട്. അതിനായിട്ട് നിങ്ങൾ ഇത്തവണ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തലേ ദിവസം കെടാവിളക്കായിട്ട് കണി ഒരുക്കി വെച്ച് പിറ്റേ ദിവസം രാവിലെ തന്നെ കണി ദർശിച്ചതിന് ശേഷം പോയി കുളിച്ച് ശുദ്ധിയായി വന്ന് സംക്രമ വിളക്ക് തെളിയിക്കുന്നതായിരിക്കും ഉത്തമം. ഇനി ചില വ്യക്തികൾക്ക് ചിലപ്പോൾ 2 വിളക്ക് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സംക്രമ വിളക്ക് തെളിയിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ തലേ ദിവസം തന്നെ നിങ്ങൾ കണിയൊരുക്കി അതിന് മുന്നിലായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള വിളക്ക് ഒരുക്കി വയ്ക്കുക. അത് മോർണിംഗിൽ എണീറ്റ് കുളിച്ച് ശുദ്ധിയായി വന്ന് ഈ പറഞ്ഞ 3:21 തുടങ്ങി 3:43 ഇടയിലുള്ള സമയത്ത് വിളക്ക് തെളിയിച്ച് സംക്രമ വിളക്കും കൂടി തെളിയിക്കാവുന്നതാണ്. അപ്പോൾ അതിന് 2 വിളക്കിൻ്റെ ഫലം കിട്ടുന്നതായിരിക്കും. സംക്രമ വിളക്കും തെളിയിച്ചു, ഇനി
നിങ്ങളുടെ കുടുംബത്തിലുള്ള മറ്റുള്ളവരെ വിളിച്ച് കണി കാണിക്കാവുന്നതാണ്. പക്ഷെ അവിടെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഈ കുടുംബത്തിലെ മുതിർന്ന വ്യക്തിയായിരിക്കുമല്ലോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആ വ്യക്തിക്ക് കണി കാണാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ സാധിക്കണമെന്നില്ല. കാര്യം കണി കണ്ടതിന് ശേഷം മാത്രമേ നമുക്ക് സംക്രമ വിളക്ക് തെളിയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കണി കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എണീറ്റ് പോയി ചിലപ്പോൾ ബാത്റൂമോ ടോയ്ലറ്റൊക്കെ ആയിരിക്കും കണി കാണുന്നത്. കാര്യം കണി കാണാൻ സാധിച്ചില്ലല്ലോ. വിളക്ക് തെളിയിക്കണമെങ്കിൽ കുളിച്ചിട്ട് വന്നിട്ടല്ലേ സാധിക്കുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് മിസ്സാവും. ഇനി 2 വിളക്കുള്ളവർക്കാണെങ്കിൽ അത് എണ്ണ വറ്റാതെ നിൽക്കുന്ന ഒരു വിളക്ക് തന്നെ കെടാവിളക്കായിട്ട് വയ്ക്കണം. കാര്യം അങ്ങനെ വച്ചില്ല എങ്കിൽ പിറ്റേ ദിവസം ചിലപ്പോൾ നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ വിളക്ക് എരിഞ്ഞ് അടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു അനർത്ഥമായിട്ട് തീരുന്നതായിരിക്കും. നിങ്ങളുടെ കണിയും നഷ്ടമാവുന്നതായിരിക്കും. അപ്പോൾ അതെല്ലാം നിങ്ങളുടെ സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്യുക. അത് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. നിങ്ങൾക്ക് എണ്ണ തങ്ങി നിന്ന് വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിളക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ കെടാവിളക്കായിട്ട് വിളക്ക് തെളിയിച്ച് വെക്കുന്നതായിരിക്കും കുടുംബത്തിലെ എല്ലാവർക്കും കണി ദർശിക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യം. അപ്പോൾ അത് എല്ലാവർക്കും കണിയുടെ പുണ്യം ലഭ്യമാകുന്നതിന് സഹായകരമാകുന്നതായിരിക്കും. അല്ലാത്തവർക്ക് കണി ദർശിച്ചതിന് ശേഷം പ്രത്യേക ഒരു വിളക്ക് ഒരുക്കി വെച്ച് ആ വിളക്കിൽ സംക്രമ വിളക്ക് തെളിയിക്കാവുന്നതാണ്. അപ്പോൾ ഈ 2 രീതിയിൽ ഏതാണ് നിങ്ങൾക്ക് സൗകര്യപ്രദം അത് അവലംബിക്കുക. ഈ കണി കാണുന്നതും ഭഗവാന്റെ ആ തിരുരൂപം നമ്മൾ ദർശിക്കുന്നത് തന്നെ നമുക്ക് ആ വർഷത്തെ പുണ്യം എല്ലാം നൽകുന്നതാണ്. അപ്പോൾ അതിനോടൊപ്പം സംക്രമ വിളക്ക് കൂടി തെളിയിക്കുകയാണെങ്കിൽ ആ പുണ്യം ഇരട്ടിയാവുകയുള്ളൂ. ഈ വർഷം നിങ്ങൾക്കതിനുള്ള അവസരം ലഭ്യമാകട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇനി ചിലർക്ക് ചില സംശയങ്ങളും കൂടെ കാണും. ചിലപ്പോൾ ഇത് എത്ര സമയം ഈ വിളക്ക് തെളിയിച്ച് വെക്കണം? കണിവിളക്ക് നമ്മളൊരു 10 മണി വരെയൊക്കെ ചിലപ്പോൾ തെളിയിച്ച് വെക്കാറുണ്ട്. അതുപോലെ അത്രയും സമയം വെച്ചിരിക്കണോ എന്നൊക്കെ ചിലർക്ക് സംശയം ഉണ്ടാവും. എന്തായാലും സംക്രമ വിളക്ക് നമ്മൾ തെളിയിച്ച് കഴിഞ്ഞാൽ ഒരു 1 മണിക്കൂർ വരെയൊക്കെ തെളിയിച്ച് വെച്ചിരുന്നാൽ മതി. അതിനുശേഷം നമുക്ക് കെടുത്താവുന്നതാണ്. ഈ സംക്രമ വിളക്ക് തെളിയിക്കുന്ന നേരത്ത് നിങ്ങൾക്ക് കൃഷ്ണന്റെ മന്ത്രങ്ങളും കീർത്തനങ്ങളും ഒക്കെ ചൊല്ലാവുന്നതാണ്. അതും വളരെയധികം ഗുണപ്രദമാണ്. ഭഗവാന്റെ നാമങ്ങൾ ഈ സമയത്ത് ഉരുവിടുന്നതും വളരെയേറെ ഗുണപ്രദമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സംക്രമ വിളക്കിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി താല്പര്യപ്പെടുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. ഏവർക്കും ഐശ്വര്യപൂർണവും സമ്പൽ സമൃദ്ധവും ആരോഗ്യപൂർണവുമായിട്ടുള്ള വിഷു ആശംസിക്കുന്നു.